ഒരു മനുഷ്യനെ തകർക്കാൻ അവന്റെ ശത്രുക്കൾക്ക് കഴിയുന്നതിലും വേഗത്തിൽ അവന്റെ സ്വന്തം നെഗറ്റീവ് ചിന്തകൾക്ക് കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ഉയർത്താൻ ലോകം മുഴുവൻ ഒന്നിച്ചാലും സാധിക്കാത്തത് അവന്റെ ഉള്ളിലെ ഒരു പോസിറ്റീവ് ചിന്തയ്ക്ക് സാധിക്കും. ഇത് വളരെ കാലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന രാമൻ എന്നൊരു യുവാവിന്റെ കഥയാണ്. രാമൻ അത്യന്തം ദരിദ്രനായിരുന്നു. പക്ഷേ അവന്റെ മുഖത്ത് ഒരിക്കലും നിരാശയുടെ ചായം കാണാറില്ലായിരുന്നു. ജീവിതം എത്ര കഠിനമായാലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലത് സംഭവിക്കും എന്ന വിശ്വാസം അവൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഓരോ ദിവസവും രാവിലെ അവൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നോട് തന്നെ പറയുമായിരുന്നു, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതം മാറ്റാൻ വന്ന ദിനമായിരിക്കാം. ഒരു ദിവസം ഗ്രാമത്തിലെ എല്ലാവരും ജോലി കിട്ടാതെ മടങ്ങിയ ദിവസം രാമനും ജോലി അന്വേഷിച്ചു പുറപ്പെട്ടു. എവിടെയും അവസരം ലഭിച്ചില്ല. പലരും പറഞ്ഞു, ഇന്ന് നിനക്കൊന്നും കിട്ടില്ല, വീട്ടിലേക്ക് മടങ്ങൂ. അവന്റെ മനസ്സിലും ഒരു നിമിഷം നെഗറ്റീവ് ചിന്ത വന്നു. എന്റെ ഭാഗ്യം എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ അതേ നിമിഷം തന്നെ അവൻ ആ ചിന്ത നിർത്തി. അവൻ മനസ്സിൽ പറഞ്ഞു, ഭാഗ്യമെന്നത് ചിന്തകളുടെ ഫലമാണ്. ഞാൻ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ സംഭവിക്കും. അങ്ങനെ അവൻ മുന്നോട്ട് നടന്നു. അപ്പോൾ വഴിയോരത്ത് ഒരു വൃദ്ധനെ കണ്ടു. അയാൾ ഒരു വലിയ വൃക്ഷത്തിൻ കീഴിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൃദ്ധൻ ചോദിച്ചു, മകനെ, നീ കുറച്ചു സമയം എന്നെ സഹായിക്കുമോ? രാമൻ ഒട്ടും മടിയില്ലാതെ പറഞ്ഞു, തീർച്ചയായും അച്ഛാ. വൃദ്ധനൊരു ചെറിയ കൃഷിയിടമുണ്ടായിരുന്നു. അത് വിൽക്കാൻ ആരെയും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞു, ഇതുണങ്ങിയ ഭൂമിയാണ്, ഒന്നും വളരില്ല. രാമൻ ആ ഭൂമി കണ്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഭൂമി ഉണങ്ങിയിരിക്കാം, പക്ഷേ പ്രതീക്ഷ ഉണങ്ങിയിട്ടില്ല. അവൻ വൃദ്ധനോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ വീണ്ടും കൃഷി ചെയ്യണം. വൃദ്ധൻ ചിരിച്ചു, ഇത്രയും പേർ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. രാമൻ പറഞ്ഞു, അവർ ശ്രമിച്ചത് കൈകൊണ്ടാണ്, ഞാൻ ശ്രമിക്കുന്നത് വിശ്വാസത്തോടെ. രാമൻ ദിവസങ്ങളോളം ആ ഭൂമിയിൽ പണിയെടുത്തു. മഴയില്ലാതിരുന്നിട്ടും അവൻ പരാതി പറഞ്ഞില്ല. പകരം അവൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ മഴ വരും. ഒടുവിൽ ഒരു ദിവസം കനത്ത മഴ പെയ്തു. ഉണങ്ങിയിരുന്ന മണ്ണിൽ പച്ച മുളകൾ തലയുയർത്തി. ആ ഭൂമി ഗ്രാമത്തിലെ ഏറ്റവും വിളവുള്ള സ്ഥലമായി. അപ്പോൾ വൃദ്ധൻ തന്റെ യഥാർത്ഥം വെളിപ്പെടുത്തി. അവൻ ആ പ്രദേശത്തിന്റെ രാജാവായിരുന്നു. അവൻ പറഞ്ഞു, നിനക്ക് ഭൂമി മാറ്റാൻ കഴിഞ്ഞത് നിന്റെ കൈകൾ കൊണ്ടല്ല, നിന്റെ ചിന്തകൾ കൊണ്ടാണ്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിൽ നീ വഴിമധ്യേ തന്നെ നിന്നേനെ. പോസിറ്റീവ് ചിന്തയാണ് നിന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. രാജാവ് രാമനെ തന്റെ ഉപദേശകനാക്കി, പിന്നീട് രാജാവിന്റെ പിൻഗാമിയാക്കി. രാമന്റെ ജീവിതം മാറിയത് പണം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ഒരു ചിന്ത കൊണ്ടാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ, ചിന്തയാണ് വാക്ക്, വാക്കാണ് പ്രവൃത്തി, പ്രവൃത്തിയാണ് ശീലം, ശീലമാണ് വിധി. ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ജീവിതത്തെ തകർക്കും. ഒരു പോസിറ്റീവ് ചിന്ത നമ്മുടെ വിധി തന്നെ മാറ്റും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല. പ്രശ്നങ്ങൾ വരും. പക്ഷേ പ്രശ്നങ്ങളിൽ തന്നെ മനസ്സിനെ പൂട്ടിയാൽ പരിഹാരം ഒരിക്കലും കാണില്ല. നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയുടെ വിത്തുകളാണ്. അത് ബുദ്ധിപൂർവം വളർത്തിയാൽ സമാധാനവും വിജയവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി എത്തും. ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ സുഹൃത്തും നിങ്ങളുടെ സ്വന്തം ചിന്തകളാണ്.